വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ലൊരു അപ്ഡേറ്റുമായിട്ടല്ല. നിങ്ങൾ തമ്മിൽ കണ്ടിട്ടായിരിക്കും എന്തായാലും വീഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടാവുക. LBSന്റെ ഭാഗത്തു നിന്നുള്ള വൻ ചതി തന്നെയാണ് ഇതെന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോൾ കാറ്റഗറി ലിസ്റ്റ് പുറത്തിറക്കി കഴിഞ്ഞു, ഇൻഡെക്സ് സ്കോർ വന്നു കഴിഞ്ഞു. ഇൻഡെക്സ് സ്കോറിലുള്ള ചേഞ്ചും കാര്യങ്ങളൊക്കെ മെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത് പലർക്കും ഇപ്പോഴും ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. പക്ഷേ അത് വരും ദിവസങ്ങളിൽ അടുത്ത റാങ്ക് ലിസ്റ്റ്, പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതിന് മുന്നേ ശരിയാക്കും എന്ന് നമുക്കൊരു ആശ്വാസമെങ്കിലും ഉണ്ട്. പക്ഷേ രണ്ടാമത്തെ കാര്യം ഇംപ്രൂവ്മെന്റ് ആൻഡ് റിവാലുവേഷൻ മാർക്കിനെ സംബന്ധിച്ചിടത്തോളമാണ്. ആദ്യം 18-ാം തീയതി ഇംപ്രൂവ്മെന്റ് റിസൾട്ട് വന്നപ്പോൾ നമ്മുടെ LBSന്റെ സൈറ്റിൽ തന്നെ ഓപ്ഷൻസ് ഓൺ ആയിരുന്നു. അതായത് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻസ് ഓൺ ആയിരുന്നു. പലർക്കും കയറാൻ പറ്റി, പലർക്കും കയറാൻ പറ്റിയില്ല. ഇനി അപ്ലോഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് വേണ്ടി മെയിൽ ID-യിലോട്ട് ഫയൽസ് അറ്റാച്ച് ചെയ്ത് നിങ്ങളുടെ +2ന്റെ മാർക്കും ഇംപ്രൂവ്മെന്റ് മാർക്കും കൂടി അറ്റാച്ച് ചെയ്ത് അറ്റസ്റ്റ് ചെയ്ത് നിങ്ങൾ ഇമെയിലോട്ട് അയക്കാൻ പറഞ്ഞ് അങ്ങനെ പല കുട്ടികളും ചെയ്തു. എന്നിട്ട് ഇന്നലെ LBS എടുത്ത തീരുമാനമാണ് ഇംപ്രൂവ്മെന്റ് മാർക്ക് ആഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. സത്യം പറഞ്ഞാൽ അപ്പോൾ ഇനി ഇംപ്രൂവ്മെന്റ് എഴുതാൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിച്ച് എക്സാം എഴുതി ഇംപ്രൂവ്മെന്റ് മാർക്ക് കൂടി കിട്ടിയ കുട്ടികൾ എന്താണ് ചെയ്യേണ്ടത്? എഴുതിയ എക്സാം പിന്നെയും പഠിച്ചെഴുതിയാണ് അവർ ഇംപ്രൂവ്മെന്റിന് മാർക്ക് കൂടുതൽ വാങ്ങിച്ചത്. വെറുതെ വാങ്ങിച്ച മാർക്കല്ല. വെറുതെ അവർക്ക് അങ്ങനെ പൈസ കൊടുത്ത് മാർക്ക് വാങ്ങേണ്ട ആവശ്യവുമില്ല. ഇത് ഫെയർ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്ന കാര്യമേ അല്ല. അപ്പോൾ കുട്ടികൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത്, നമ്മൾ കീം റിസൾട്ടുമായി ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ സമയത്ത് ഉണ്ടായിരുന്നു. സെക്കൻഡ് റാങ്ക് ലിസ്റ്റ് വരെ പബ്ലിഷ് ചെയ്ത അവസ്ഥയായിരുന്നു കീമിന്റെ. അപ്പോൾ ഇതുപോലെ LBSൽ നിങ്ങൾ എഴുതിയ നിങ്ങളുടെ റിവാലുവേഷൻ മാർക്കും ഇംപ്രൂവ്മെന്റ് മാർക്കും അത് നിങ്ങളുടെ അവകാശമാണ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾക്ക് ഒരു ഇൻഡെക്സ് മാർക്കിൽ ഒരു 0.2% പോലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ LBSകാർ തന്നെയാണ് പറയുന്നത് നിങ്ങളത് മെയിൽ അയച്ച് അത് തിരുത്തണം, ഇല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾ പിന്നോക്കം പോകുമെന്ന് പറയുന്നത്. അതേ ആൾക്കാർ തന്നെയാണ് ഇംപ്രൂവ്മെന്റ് മാർക്ക് ആഡ് ചെയ്യത്തില്ല എന്നും പറയുന്നത്. അതുകൊണ്ട് ഇനി കുട്ടികൾ ചെയ്യേണ്ടത്, നിങ്ങളിപ്പോൾ ഒരു സ്കൂളിൽ ഇത്ര കുട്ടികൾ പാസ് ഔട്ട് ആയിട്ട് നിൽക്കുന്നുണ്ടാവും. നിങ്ങൾ ഒരുമിച്ചൊരു പരാതി റെഡിയാക്കുക. എല്ലാവരും സൈനൊക്കെ ചെയ്തിട്ട് പരാതി നിങ്ങൾ LBSന്റെ, ഞാനിപ്പോൾ ഒരു സ്ക്രീനിൽ ഒരു മെയിൽ ID തരാം. നമുക്ക് ഒരുപാട് കുട്ടികൾ ഓരോന്നായിട്ട് മെയിൽ അയക്കണം. കാരണം നിങ്ങളുടെ അവകാശമാണ്. നിങ്ങൾ പഠിച്ച് പാസ്സായി നിങ്ങൾക്ക് എക്സ്ട്രാ കിട്ടിയ മാർക്ക് ആഡ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാവും? ഒരിക്കലും അത് ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, നിങ്ങൾ മാക്സിമം മെയിൽ അയക്കുക. നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം വളരെ ക്ലിയർ ആയിട്ട് വളരെ നല്ല രീതിയിൽ എഴുതി ഒരുപാട് കുട്ടികൾ അവരവർക്ക് ഒരുമിച്ചുള്ള മെയിൽ അയക്കാം. അതോടൊപ്പം തന്നെ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ MLAക്കോ ആർക്കാന്ന് വെച്ചാൽ പരാതി രേഖപ്പെടുത്തി ഇതിനൊരു തീരുമാനം മാക്സിമം നേരത്തെ കൊണ്ടെത്തിക്കാൻ ശ്രമിക്കാം. അല്ലാതെ നമുക്ക് ഇതിന് മുന്നിൽ വേറെ വഴിയില്ല. കാരണം ഇംപ്രൂവ്മെന്റ് മാർക്ക് നമുക്ക് ഇൻഡെക്സ് മാർക്കിന് എന്തോരം ഡിഫറൻസ് ഉണ്ടാക്കും, റാങ്ക് ലിസ്റ്റിന് എന്തൊക്കെ ഡിഫറൻസ് ഉണ്ടാക്കും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇൻഡെക്സ് മാർക്ക് ഒരു 290ക്ക് താഴെയുള്ള കുട്ടികൾ കേരളത്തിൽ പ്രതീക്ഷിക്കേണ്ട. പ്രത്യേകിച്ച് ഗവൺമെന്റ് സീറ്റുകൾ പ്രതീക്ഷിക്കേ വേണ്ട. കാരണം ഇപ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ഗവൺമെന്റ് സീറ്റുകളൊക്കെ നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രം കിട്ടാനുള്ള ചാൻസേ ഉള്ളൂ. അപ്പോൾ മാർക്ക് കുറഞ്ഞ കുട്ടികളൊക്കെ സെക്കൻഡ് ഓപ്ഷൻ നോക്കുന്നതായിരിക്കും കൂടുതലും ബെറ്റർ. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. പക്ഷെ നിങ്ങൾക്ക് ഇതിനെതിരെ പ്രതികരിക്കണം എന്നുണ്ടെങ്കിൽ പ്രതികരിക്കാം. മെയിലായിട്ട് അയക്കുക, നിങ്ങളുടെ പരാതികൾ ബോധ്യപ്പെടുത്തുക. ഒരു സ്കൂളിൽ +2 കഴിഞ്ഞ് ഇത്രയും സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒത്തുചേർന്ന് നിങ്ങളുടെ പരാതികൾ മെയിലായിട്ട് LBSനെയും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കുക എന്നത് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഒരുപാട് കുട്ടികൾ വന്നിട്ട് ഇൻഡെക്സ് മാർക്ക് ഇത്രയാണ്, ഇതിനെനിക്ക് ഇന്ന സ്ഥലത്ത് കിട്ടുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കണ്ണൂർ മെഡിക്കൽ കോളേജ് അല്ലാതെ ഇന്ന മെഡിക്കൽ കോളേജ് കിട്ടുമോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്ന കോളേജിൽ തന്നെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്കതൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇന്ന മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും നമുക്ക് ഒരു ഇതുണ്ട്. ഒരു 290 മേലെയുള്ള കുട്ടികളൊക്കെയാണ് മെസ്സേജ് അയക്കുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ പറയാറുണ്ട്, ചാൻസ് ഉണ്ട്. പക്ഷേ ഗവൺമെന്റ് സീറ്റ് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് സീറ്റിൽ കഴിഞ്ഞ വർഷത്തെ ഇൻഡെക്സ് മാർക്ക് പ്രകാരം അഡ്മിഷൻ കിട്ടിയ ആ വീഡിയോ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് ചെയ്തേക്കാം.
അപ്പോൾ നിങ്ങൾക്ക് അത് കയറി കാണാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. ഞാൻ എല്ലാവർക്കും മെസ്സേജ് അയക്കുന്ന എല്ലാവർക്കും പറയുന്നതാണ്, ഞാൻ റാങ്ക് പ്രഡിക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ പ്രഡിക്ഷൻ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കൂ. ഇപ്പൊ നമ്മുടെ ടീമിന്റെ തന്നെ ഒരുപാട് പ്രശ്നം നടന്നു. അതുപോലെ ഇതും നിങ്ങൾ മുന്നിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ, നിങ്ങൾ മുന്നോട്ട് വന്നാൽ മാത്രമേ ഈ കാര്യത്തിനും ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. LPSന്റെ പുതിയ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിനെപ്പറ്റി നിങ്ങൾ തന്നെ ചർച്ച ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.